ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റീസ് നമുക്കിന്ന് നോക്കാം. ആദ്യം സെവറൻറ്റി, പരമാധികാരം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2 ബോക്സിൽ ന്യൂസ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഡെമോക്രസി ബീയിങ് ടോപ്പിൾഡ് ഇൻ മ്യാൻമാർ, അമേരിക്ക വാൺസ് ഓഫ് ഇൻ്റർവെൻഷൻ. മ്യാൻമാറിൽ ജനാധിപത്യം അട്ടിമറിക്കുന്നു, ഇടപെടുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അടുത്തത് ന്യൂക്ലിയർ പോളിസി, കൺട്രീസ് ഇന്റേണൽ അഫെയർ, നോ നീഡ് ഓഫ് ഇന്റർഫറൻസ് ഫ്രം അതർ കൺട്രീസ് സേസ് ഇന്ത്യ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആണവ നയം രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം, മറ്റ് രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന് ഇന്ത്യ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഗിവൺ ന്യൂസ് ദ sovereignty ഓഫ് ദ സ്റ്റേറ്റ് ഈസ് മെയിൻറ്റെയിൻ, എക്സ്പ്ലെയിൻ വൈ, പ്രിപ്പയർ എ നോട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മുകളിൽ തന്നിരിക്കുന്ന വാർത്തകൾ വിലയിരുത്തി ഏത് രാഷ്ട്രത്തിലാണ് പരമാധികാരം പരിപാലിക്കപ്പെടുന്നതെന്നും എന്തുകൊണ്ടാണെന്നും കുറിപ്പ് തയ്യാറാക്കൂ. 2 ന്യൂസ് റിപ്പോർട്ട് ഫ്രം ദ കൺട്രീസ് മ്യാൻമാർ ആൻഡ് ഇന്ത്യ ഹാവ് ബീൻ പ്രൊവൈഡഡ്. മ്യാൻമാർ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ 2 വാർത്തകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്രം ദീസ് ഇറ്റ്സ് എ ക്ലിയർ ദാറ്റ് sovereignty ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ മ്യാൻമാർ. ഇതിൽ നിന്നും ഇന്ത്യയിൽ പരമാധികാരം പരിപാലിക്കപ്പെടുന്നുവെന്നും മ്യാൻമറിൽ പരമാധികാരം പരിപാലിക്കപ്പെടുന്നില്ല എന്നും മനസ്സിലാക്കാം. The news shows that countries like Myanmar, the United States are intervening as a result of the overthrow of democracy. കാരണം ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നതിന്റെ ഫലമായി മ്യാൻമറിൽ അമേരിക്ക പോലുള്ള മറ്റു രാജ്യങ്ങൾ ഇടപെടുന്നു എന്നത് ഈ വാർത്തയിൽ കാണാം. However, in a sovereignty country like India, we are able to take a firm stand that other countries should not interfere in matters like our nuclear policy as our sovereignty is protected. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിൽ നമ്മുടെ ആണവ വിഷയം പോലുള്ള കാര്യങ്ങളിൽ മറ്റു രാജ്യങ്ങൾ ഇടപെടേണ്ടതില്ലെന്ന നിലപാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നു. നെക്സ്റ്റ്, റൈറ്റ് ദ ബേസിക് കോമ്പണൻസ് ഓഫ് സ്റ്റേറ്റ് ഓൺ സ്ട്രിപ്പ് ആൻഡ് കീപ് ദം ഇൻ ദ ബോൾ ഓൺ ദ ടേബിൾ. Each one should take a strip. Those who got the same topic form group. Each group discuss the topic they got, present them in different ways. Posters, notes, speeches, panel discussion, role play, etc. എന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഒരു പാനൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പാനൽ ചർച്ച സംഘടിപ്പിക്കുന്നതായി വിദ്യാർത്ഥികളെ വിവിധ ഗ്രൂപ്പുകളിലാക്കി തിരിക്കുക. ഓരോ ഗ്രൂപ്പും അവരവരുടെ കണ്ടെത്തലുകൾ ചർച്ചയായി അവതരിപ്പിക്കട്ടെ. ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ നമുക്ക് നോക്കാം. ദ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ആർ പോപ്പുലേഷൻ, ഗവൺമെന്റ്, ടെറിട്ടറി ആൻഡ് sovereignty. നമുക്കാദ്യം പോപ്പുലേഷൻ നോക്കാം. ജനസംഖ്യ. Population is an indispensable factor in the formation of a state. For the existence of a state, the people should live unitedly with mutual understanding, interdependence, and common public interest. There is no state without people. Population which is too much or too less is not good for a state. These two aspects will adversely affect the development of a state. എന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനസംഖ്യ. ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. എന്നാൽ അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. Certain features of the people of India. രാഷ്ട്രത്തിന്റെ ഘടകം എന്ന നിലയിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതു സവിശേഷതകൾ നമുക്ക് നോക്കാം. പീപ്പിൾ ഓഫ് ഇന്ത്യ ബിലോങ്സ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ. വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും വ്യത്യസ്ത ആചാരങ്ങൾ പിന്തുടരുന്നവരുമാണ്. നെക്സ്റ്റ്, സ്പീക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരാണ്. നെക്സ്റ്റ്, ഫോളോ ഡിഫറെൻറ്റ് കോസ്റ്റ്യൂംസ്, ഡിഫറെൻറ്റ് ഫുഡ് ഹാബിറ്റ്സ്. വ്യത്യസ്ത തരത്തിലുള്ള വേഷധാരണ രീതിയും ഭക്ഷണ രീതിയും ഉള്ളവരാണ്. നെക്സ്റ്റ്, ടെറിട്ടറി, ഭൂപ്രദേശം. എ സ്റ്റേറ്റ് ഷുഡ് ഹാവ് ആൻ എക്സാക്ട് ടെറിട്ടറി വിത്ത് clear cut boundary. The state is formed when the people settle permanently in a
particular territory. The state should have complete control over its territory. Territory does not mean land area alone. The land area, the water bodies, the airspace, and the coastal areas of a country come under the ജൂറിസ്ഡിക്ഷൻസ് ഓഫ് ദാറ്റ് ടെറിറ്ററി. എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായ അതിർത്തികളോട് കൂടിയ ഒരു ഭൂപ്രദേശം രാഷ്ട്രത്തിന് ഉണ്ടാവണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക. ഭൂപ്രദേശ മേഖലയിൽ രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന കരയും ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ ഭാഗമാണ്. ഭൂപ്രദേശത്തിന്റെ വലിപ്പം രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നില്ല. അതിർത്തികളോട് കൂടിയ ഭൂപ്രദേശം ഉണ്ടായാൽ മതി. നെക്സ്റ്റ്, ഗവൺമെന്റ്. On behalf of the state, the government makes and execute law and essential justice to the people. Government ensures security and makes available different services to the people. The following are some responsibilities of the government: maintain law and order, increase employment opportunities, implement developmental projects, make laws for the nation, enforce laws, essential justice. The state reaches the people by executing such responsibilities. എന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രത്തിന് വേണ്ടി ഗവൺമെന്റുകൾ ചില ചുമതലകൾ നിർവഹിക്കുന്നു. ക്രമസമാധാനം ഉറപ്പുവരുത്തൽ, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കൽ, വികസന പദ്ധതികൾ നടപ്പാക്കൽ എന്നിവ അവയിൽ പെടുന്നു. രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുക എന്നതും ഗവൺമെന്റ് നിർവഹിക്കുന്ന ചുമതലകളിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, സെവറൻറ്റി, പരമാധികാരം. ദ സ്റ്റേറ്റ് ഹാസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ ഓൺ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് any external control. The supreme authority of a state is called sovereignty. Sovereignty is the absolute, unlimited and indispensable power of the state. Sovereignty makes a state different from other institutions. എന്താ പറഞ്ഞിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് പരമാധികാരം. പരമാധികാരമില്ലാത്ത രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല. രാഷ്ട്രത്തിന്റെ ആഭ്യന്തരവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ ഒരു ബാഹ്യശക്തിക്കും അധികാരമുണ്ടാവില്ല. ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായ നിലപാടെടുക്കാനുമുള്ള പൂർണ്ണമായ അധികാരം രാഷ്ട്രത്തിനുണ്ട്. രാഷ്ട്രത്തിന്റെ ഈ അധികാരം പരമാധികാരം എന്നറിയപ്പെടുന്നു. ഏതൊരു രാഷ്ട്രത്തെയും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ പരമാധികാരമാണ്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു സ്റ്റേറ്റ് ഇൻഫർമേഷൻ. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക. ഫസ്റ്റ്, തിയറി ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ഫോഴ്സ് തിയറി, ബലസിദ്ധാന്തം. നെക്സ്റ്റ്, തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്, സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം. നെക്സ്റ്റ്, തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ, സാമൂഹിക പരിണാമ സിദ്ധാന്തം. അവിടെ കൊടുത്തിട്ടുള്ളത് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ മാത്രമേ ഉള്ളൂ. അഗ്രിമെൻറ്റ്സ് കോൺട്രാക്ട് മെയ്ഡ് ബൈ പീപ്പിൾ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് അടിസ്ഥാനമായത്. അടുത്ത നോക്കിയേ, ഫോഴ്സ് തിയറി, ബലസിദ്ധാന്തം. അവിടെ എന്തായിരിക്കും വരിക? ദ സ്ട്രോങ് കോൺസിക്വന്റ് ദ വീക്ക് ബൈ ഫോഴ്സ്. ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. അടുത്തത് നോക്കി മക്കളെ, തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷനോ, സാമൂഹിക പരിണാമ സിദ്ധാന്തം, ഫോം ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം ഇവല്യൂഷൻസ്. നെക്സ്റ്റ്, ഫ്രം ട്രൈബൽ സ്റ്റേറ്റ് ടു നേഷൻ സ്റ്റേറ്റ്. ഗോത്രരാഷ്ട്രത്തിൽ നിന്നും ദേശരാഷ്ട്രത്തിലേക്ക്. അവിടെ പട്ടികയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ട്രൈബൽ സ്റ്റേറ്റ്, ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്, ദ റോമൻ എംപയർ. ഇതെല്ലാം കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് നോക്കാം. വാട്ട് വേർ ദ circumstances that led to the formation of tribal state? ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാം? In ancient time, it was the tribal groups who showed to a small extent some characteristics of political institutions. The formation of tribal state was due to the influence of being born into the same clan, having same interest and same economic activities. എന്താ പറഞ്ഞിരിക്കുന്നത്?
രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ സ്വഭാവം പൗരാണിക കാലത്ത് ചെറിയ തോതിലെങ്കിലും പ്രകടിപ്പിച്ചിരുന്നത് ഗോത്ര കൂട്ടായ്മകളാണ്. ഒരേ വംശത്തിലുള്ള ജനനം, ഒരേ താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയുടെ സ്വാധീനം ഗോത്രരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം? പൗരസ്ത്യ ഭരണ സംവിധാനങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? Some of the characteristics of modern state were exhibited by Oriental administrative systems. The centers of River Valley civilization such as Mesopotamia, Egypt, and China are examples. People led an urban lifestyle in these Bronze Age civilization centers. എന്താ പറഞ്ഞിരിക്കുന്നത്? ആധുനിക രാഷ്ട്രങ്ങളുടെ ചില സവിശേഷതകൾ പ്രകടിപ്പിച്ചിരിക്കുന്നവയാണ് പൗരസ്ത്യ ഭരണ സംവിധാനങ്ങൾ. നദീതട സംസ്കാര കേന്ദ്രങ്ങളായ മെസൊപ്പൊട്ടേമിയ, ഈജിപ്ത്, ചൈന എന്നിവ ഉദാഹരണങ്ങളാണ്. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങളായ ഇവിടങ്ങളിൽ ജനങ്ങൾ നാഗരിക ജീവിതമാണ് നയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിറ്റി സ്റ്റേറ്റ്സ് ബിയറിംഗ് ദ ക്ലോസസ്റ്റ് സിമിലാരിറ്റി വിത്ത് മോഡേൺ സ്റ്റേറ്റ്. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്ന നഗരരാഷ്ട്രങ്ങൾ ഏതായിരിക്കും? ഇറ്റ് ഈസ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ദാറ്റ് എക്സിബിറ്റ് ദ മോസ്റ്റ് സിമിലാരിറ്റി വിത്ത് മോഡേൺ സ്റ്റേറ്റ്. ആഥൻസ്, സ്പാർട്ട എക്സെട്ര ആർ എക്സാമ്പിൾസ്. ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്നവയാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. ഏഥൻസ്, സ്പാർട്ട എന്നിവ ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ റോമൻ എംപയർ? റോമ സാമ്രാജ്യത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ലോ ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് എക്സൈറ്റഡ് ഇൻ ദ റോമൻ എംപയർ ഷോഡ് സിമിലാരിറ്റീസ് ടു ദാറ്റ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്. റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനം, നിയമം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ആധുനിക രാഷ്ട്രങ്ങളോട് ഏറെ സമാനത പുലർത്തുന്നവയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പ്രൊമിനന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്യൂഡൽ സ്റ്റേറ്റ്? ഫ്യൂഡൽ രാഷ്ട്രങ്ങളുടെ സവിശേഷത എന്തായിരിക്കും? Feudal states were formed after the decline of the Roman Empire. The major characteristics of this state was feudalism. In this state, the power hierarchy was divided into the king, the lords, and the farmers. The power of the king was limited. Administrative powers were vested with the lords. എന്താ പറഞ്ഞിരിക്കുന്നത്? റോമ സാമ്രാജ്യത്തിൻ്റെ പതനശേഷം രൂപം കൊണ്ടതാണ് ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ. ഫ്യൂഡലിസം ആയിരുന്നു ഈ രാഷ്ട്രങ്ങളുടെ പ്രധാന സവിശേഷത. ഇവിടെ രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെ അധികാര ശ്രേണി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. രാജാവിൻ്റെ അധികാരം പരിമിതമായിരുന്നു, ഭരണാധികാരം പ്രഭുക്കൾക്കായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സോഷ്യൽ കണ്ടീഷൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് നേഷൻ സ്റ്റേറ്റ്? ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായ സാമൂഹിക സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? Modern nation state originated in Europe. Logical thinking, scientific temper, and so on brought about changes in the social structure during the Renaissance period. Industrial revolution, colonization, and national consciousness also contributed to the growth of nation state. Gradually, nation state came into existence based on factors like population, territory, government, and sovereignty. എന്താ പറഞ്ഞിരിക്കുന്നത്? യൂറോപ്പിലാണ് ആധുനിക ദേശരാഷ്ട്രങ്ങൾ പിറവിയെടുത്തത്. നവോത്ഥാന കാലഘട്ടത്തിൽ യുക്തിചിന്ത, ശാസ്ത്രബോധം തുടങ്ങിയവ സമൂഹഘടനയിൽ മാറ്റങ്ങൾ വരുത്തി. വ്യവസായ വിപ്ലവം, കോളനിവൽക്കരണം, ദേശീയ ബോധം തുടങ്ങിയവയും ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ക്രമേണ ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നീ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി ദേശരാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ് അബൌട്ട് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേറ്റ്. രാഷ്ട്രങ്ങളുടെ ഉത്ഭവവും വളർച്ചയും സംബന്ധിച്ച വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കത് നോക്കാം. ആദ്യത്തേത്, ഇൻ ദ ഹിയറാർച്ചിക്കൽ സിസ്റ്റം ഓഫ് കിങ്, ലോർഡ്സ്, ഫാമേഴ്സ്, ദ പവർ ഓഫ് ദ കിങ് ഈസ് ലിമിറ്റഡ്. രാജാവ്, പ്രഭുക്കൾ, കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രം. അതാണ് ഫ്യൂഡൽ സ്റ്റേറ്റ്, ഫ്യൂഡൽ രാഷ്ട്രം. അടുത്തത്, ലോജിക്കൽ തിങ്കിങ്, സയന്റിഫിക് ടെമ്പർ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് നാഷണൽ
ക്യൂസ്നെസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്റ്റേറ്റ്. യുക്തിചിന്ത, ശാസ്ത്രബോധം, വ്യവസായ വിപ്ലവം, ദേശീയബോധം എന്നിവ ഇത്തരം രാഷ്ട്രങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. അതേതായിരിക്കും? നേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെന്റേഴ്സ് ബിലോങ് ടു ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. വെങ്കലയുഗ സംസ്കാര കേന്ദ്രങ്ങൾ ഈ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു. ഏതായിരിക്കും? ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നെക്സ്റ്റ്, പീപ്പിൾ ബീയിങ് ബോൺ ഇൻ ടു സെയിം ക്ലാൻ ഹാവിംഗ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് സിമിലർ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്. ഒരേ വർഗത്തിലുള്ള ജനനം, പൊതു താൽപ്പര്യങ്ങൾ, ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഈ വിഭാഗം രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ്. ഏതായിരിക്കും? ട്രൈബൽ സ്റ്റേറ്റ്, ഗോത്ര രാഷ്ട്രങ്ങൾ. നെക്സ്റ്റ്, ഗിവൺ ബിലോ ആർ ദ ഡാറ്റ കളക്റ്റഡ് ബൈ കിരൺ ഫോർ കമ്പയറിംഗ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. അറേഞ്ച് ദം സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള താരതമ്യത്തിനായി കിരൺ ശേഖരിച്ച വിവരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. തന്നിരിക്കുന്ന പട്ടികയിൽ അവ ഉചിതമായി ക്രമീകരിക്കുക. ആദ്യത്തെ എന്താ? ഇറ്റ് ഹാസ് സവറിറ്റി, പരമാധികാരമുണ്ട്. അടുത്തത്, ഇറ്റ് കീപ്സ് ചേഞ്ചിങ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത്, ഇറ്റ്സ് എ ബ്രോഡ് കൺസെപ്റ്റ്, വിശാലമായ സങ്കല്പനമാണ്. അടുത്തത്, ഇറ്റ്സ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥിര സ്ഥാപനമാണ്. അടുത്തത്, ഇറ്റ്സ് എ കോമ്പണന്റ് ഓഫ് ദ സ്റ്റേറ്റ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്. അടുത്തത്, ഓൾ പീപ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. അടുത്തത്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത്, സവറിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റേറ്റ് വെക്കാം. ഇറ്റ് ഹാസ് സവറിറ്റി, ഇറ്റ്സ് എ ബ്രോഡ് കൺസെപ്റ്റ്, ഇറ്റ്സ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ പീപ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. പരമാധികാരമുണ്ട്, വിശാലമായ സങ്കല്പനമാണ്, ഒരു സ്ഥിര സ്ഥാപനമാണ്, എല്ലാ ജനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. അടുത്തത്, ഗവൺമെന്റിൽ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്, ഇറ്റ്സ് എ കോമ്പണന്റ് ഓഫ് ദ സ്റ്റേറ്റ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്, സവറിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. മാറിക്കൊണ്ടിരിക്കുന്നതാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഘടകമാണ്, ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു, പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയിലൂടെയാണ്. നെക്സ്റ്റ്, ഓർഗൻസ് ഓഫ് ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ. വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്? ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഏതെല്ലാം? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. എക്സ്പ്ലെയിൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലെജിസ്ലേച്ചർ. നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ചുമതലകൾ വിശദീകരിക്കുക. ദ മേജർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ലെജിസ്ലേച്ചർ include making laws and bringing about changes in existing laws that are required by the state. The legislature has a great role in controlling the administration of the state. രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക, നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ. രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതലകളെക്കുറിച്ച് കുറിപ്പെഴുതുക. The laws made by the legislature are implemented and the administration is carried out by the executive. The day-to-day activities of the government are executed by this organ. എന്താ പറഞ്ഞിരിക്കുന്നേ? നിയമനിർമ്മാണ സഭ നിർവഹിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ്. നെക്സ്റ്റ്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ജുഡീഷ്യറി. നീതിന്യായ വിഭാഗത്തിന്റെ ചുമതലകൾ വിശദീകരിക്കുക. The judiciary interprets laws, resolves disputes, and punishes the offenders. When the legislature makes laws, the executive executes it. And the disputes that arise during these processes are solved by the judiciary.
നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു. ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് നീതിന്യായ വിഭാഗമാണ്. Next, examine the following news headlines given below. Identify under the scope of which government organs these headlines can be categorized into. താഴെ തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ പരിശോധിക്കൂ. ഓരോന്നും നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിവയുടെ അധികാര പരിധിയിൽ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് കണ്ടെത്തൂ. ആദ്യത്തെ നോക്കാം. കോർട്ട് പ്രൊസീജിയേഴ്സ് ടു ബി ടെലികാസ്റ്റ് ലൈവ് സേസ് ദ സുപ്രീം കോർട്ട്. കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി. ഏതായിരിക്കും? ജുഡീഷ്യറി അല്ലേ? നീതി ന്യായം. അടുത്തത്, ദ ഗവൺമെൻറ് പ്രിപ്പയർസ് ഫോർ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി. ഗവൺമെൻറ് അതേതായിരിക്കും? എക്സിക്യൂട്ടീവ് അല്ലേ? കാര്യനിർവഹണം. നെക്സ്റ്റ്, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അമെൻഡ്മെൻറ്റ് ഓഫ് ലോ സൂൺ. പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ. ഏതായിരിക്കും? ലെജിസ്ലേച്ചർ അല്ലേ? നിയമ നിർമ്മാണം. അടുത്തത്, ഗ്രീൻ പ്രോട്ടോകോൾ ടു ബി ഫോളോഡ് സ്ട്രിക്ട്ലി ഇൻ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം. വിദ്യാഭ്യാസ വകുപ്പ്. അതേതായിരിക്കും? എക്സിക്യൂട്ടീവ് അല്ലേ? കാര്യനിർവഹണം. നെക്സ്റ്റ്, റിവിഷൻ ഓഫ് ട്രാഫിക് റൂൾസ് കോർട്ട് ടു ബി ഇൻഫോംഡ് ഓഫ് ദ പ്രോഗ്രസ്. ട്രാഫിക് നിയമ പരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി. അതേതായിരിക്കും? ജുഡീഷ്യറി അല്ലേ? നീതി ന്യായം. നെക്സ്റ്റ്, പാർലമെൻറ്റ് അപ്രൂവ്സ് റിവിഷൻ ഓഫ് ട്രാൻസ്പോർട്ട് റൂൾസ്. പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെൻറ്റ്. അതേതായിരിക്കും? ലെജിസ്ലേച്ചർ അല്ലേ? നിയമ നിർമ്മാണം. ഈ പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റീസും നമ്മളിന്ന് ചെയ്ത് നോക്കി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.